പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരർ നിലവിൽ പാകിസ്ഥാനിലാണ് എന്നതിൻ്റെ ചില സൂചനകൾ പുറത്തു വരുന്നു. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ അസിം മുനീറിൻ്റെ ഒളിയിടത്തിൽ ചെന്ന് ഈ പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ഞങ്ങൾ തീർക്കുമെന്ന് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് വ്യക്തമായ ചില ലക്ഷ്യങ്ങൾ, സൂചനകൾ ഇതൊക്കെ തന്നെയാണ് പുറത്തു വരുന്നത്. ഇത് ആഗോള മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തു വരുന്നു. അതായത് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നെതർലൻഡിലെത്തിയിരുന്നു. അവിടെ നടന്ന ഒരു മാധ്യമങ്ങളോടുള്ള ഒരു മുഖാമുഖത്തിലാണ് ജയശങ്കർ ചില കാര്യങ്ങൾ തുറന്നടിച്ചത്. അതായത് ഭീകരതയ്ക്ക് പൂർണ്ണ അന്ത്യം വരുത്തുക, ഇതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ടും പിന്മാറിയിട്ടില്ല. ഇത് തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ മെയ് 7 തുടങ്ങി വെച്ച ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നും അത് പാകിസ്ഥാൻ എപ്പോഴെങ്കിലും ഭീകരവാദം നിർത്തുന്നു എന്നറിയിച്ചാൽ അന്ന് മാത്രമേ അവസാനിക്കൂ. അപ്പോൾ ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ നിലപാട് തുടരും എന്നുള്ള വ്യക്തമായ സന്ദേശം നൽകുന്നുണ്ട്. മാത്രമല്ല, ഈ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരവാദികൾ ഉൾപ്പെടെ UN കൃത്യമായിട്ട് ഭീകരവാദികളാണെന്ന് പറഞ്ഞവരുൾപ്പെടെ എല്ലാവരും ഇസ്ലാമാബാദിൽ സ്വതന്ത്രമായി നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പകൽ വെളിച്ചത്തിൽ ഇറങ്ങി നടക്കാൻ പോലും പാകിസ്ഥാനിൽ സ്വാതന്ത്ര്യമുണ്ട്. ഇവരുടെ അഡ്രസ്സൊക്കെ കൃത്യമായിട്ട് നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസി എടുത്തിട്ടുണ്ട്. ഇവർ ആരൊക്കെയായിട്ട് ബന്ധപ്പെടുന്നു, ഇവരുടെ കമ്മ്യൂണിക്കേഷൻ, ഇവർക്ക് പിന്തുണ നൽകുന്നത്, ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് പറയുന്നത്, പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ഏതെങ്കിലും കാരണവശാൽ പാകിസ്ഥാനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അവരെ ഒളിച്ചു പാർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അസിം മുനീറിനും സൈന്യത്തിനും ശക്തമായ തിരിച്ചടി നൽകും. ഞങ്ങൾ ആ മടയിൽ കയറി ആക്രമിക്കും. കാരണം ഭീകരവാദത്തെ തുടച്ചു മാറ്റുക എന്നുള്ളത് ഇന്ത്യയുടെ ലക്ഷ്യമാണ്. ഇപ്പം അതിതീവ്ര മതനിലപാടാണ് ഈ അസിം മുനീർ സ്വീകരിച്ചത്. നമുക്കറിയാം പാകിസ്ഥാനിലെ ഒരു അവസ്ഥ, മതവും സൈന്യവുമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഈ അസിം മുനീർ അവിടുത്തെ പട്ടാളത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ പോലും ഈ ഖുറാനിലെ സൂക്തങ്ങളും മറ്റും ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം മതത്തിന് അത്രയും വലിയ പ്രാധാന്യം നൽകുന്ന ഒരു സൈനിക മേധാവി മുമ്പ് പാകിസ്ഥാനിലുണ്ടായിട്ടില്ല. അപ്പം അസിം മുനീറിന് മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. കാരണം തനിക്ക് അവിടുത്തെ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിച്ചേരണം. അതിന് ഈ ഷഹബാസ് ഷെരീഫിനെ തകർക്കണം. ഇപ്പോൾ ഫീൽഡ് മാർഷൽ പദവി കൂടി ഈ അസിം മുനീറിന് നൽകപ്പെട്ടിരിക്കുന്നു. എന്തിനാണെന്ന് വെച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ പാകിസ്ഥാൻ ജയിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ്. കാരണം ഈ പറയുന്ന ഫീൽഡ് മാർഷൽ എന്ന് പറയുന്ന പദവിയൊക്കെ ലഭിക്കുമ്പോൾ തന്നെ അദ്ദേഹം യുദ്ധത്തിൽ ജയിച്ചു, ഇയാളാണ് യുദ്ധം നയിച്ചത് എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല, അസിം മുനീറിന് അവിടുത്തെ ഒരു പട്ടാള അട്ടിമറിയൊക്കെ നടത്തി മുന്നേറണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഇന്ത്യയുടെ ശക്തമായ പ്രതിരോധം, ശക്തമായ ആക്രമണം, ഇതിൽ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ പതറിപ്പോവുകയായിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് പിടിച്ചു നിൽക്കാൻ കഴിയാതിരുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യ പുറത്തുവിടുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, നേരത്തെ ഈ പഹൽഗാമിൽ ആക്രമണം നടത്താൻ ഈ ഭീകരവാദികൾ ഉദ്ദേശിച്ചത് മറ്റൊരു ലക്ഷ്യം പരാജയപ്പെട്ടതുകൊണ്ടാണ്. അതായത് മുംബൈയിൽ നടത്തിയ ആക്രമണത്തിന് സമാനമായി ഇന്ത്യൻ തലസ്ഥാനമായ ഡൽഹിയിൽ വലിയൊരു ആക്രമണം നടത്താനായിട്ട് ഭീകരവാദികൾ പദ്ധതിയിട്ടു. ഇതിൻ്റെ ആസൂത്രണം മുഴുവൻ നടന്നത് പാകിസ്ഥാനിലാണ്. ആ ആക്രമണത്തിൽ നിരവധി ആളുകളെ കൊലപ്പെടുത്താനാണ് ലക്ഷ്യമിട്ടത്. അങ്ങനെ ഇന്ത്യക്ക് വലിയൊരു താക്കീത് നൽകാൻ ലക്ഷ്യമിട്ടു. പക്ഷേ ഉൾപ്പെടെയുള്ള നമ്മുടെ ഇൻ്റലിജൻസ് വിഭാഗം കൃത്യമായി ഈ പദ്ധതികൾ, ആസൂത്രണങ്ങളെല്ലാം തന്നെ തകർത്ത് കളഞ്ഞു. അങ്ങനെയാണ് പ്ലാൻ ബി എന്ന നിലയിൽ പഹൽഗാമിലേക്ക് പോയത്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന വ്ളോഗർ, ഇവരാണ് ഈ പഹൽഗാം ആക്രമണത്തിന് എല്ലാവിധ പിന്തുണയും നൽകിയത്. കാരണം ഈ ആക്രമണം നടക്കുന്നതിന് 3 മാസങ്ങൾക്ക് മുമ്പ് കൃത്യമായിട്ട് ഈ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന വ്ളോഗർ പഹൽഗാമിലെത്തി, കശ്മീരിലെത്തി അവിടുത്തെ ചിത്രങ്ങൾ, വീഡിയോകളെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് 3 തവണ പാകിസ്ഥാനിൽ സന്ദർശനം നടത്തി. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് വരുമ്പോഴാണ് നേപ്പാൾ സ്വദേശിയായ അൻസാരിയും അതുപോലെ തന്നെ റാഞ്ചി സ്വദേശിയായ ഒരാളും പിടിയിലാകുന്നത്. ഇവരാണ് പഹൽഗാമിലെ ഭീകരർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്തത്. ഈ അൻസാരി എന്ന് പറയുന്ന ഒരു ടാക്സി ഡ്രൈവറോ മറ്റോ ആയിരുന്നു. ഇയാളെ റാവൽപിണ്ടിയിലേക്ക് പാകിസ്ഥാൻ കൊണ്ടുപോയി അവിടെ വെച്ച് സൈനിക പരിശീലനം നടത്തി. എന്ന് പറഞ്ഞാൽ സൈനിക ഹെഡ്ക്വാർട്ടേഴ്സ് ഉൾപ്പെടുന്ന ഈ റാവൽപിണ്ടിയിലാണ് ഈ തീവ്രവാദികൾക്ക്, ഭീകരവാദികൾക്ക് പരിശീലനം നൽകുന്നത്. ഇതാണ് നമ്മൾ കൃത്യമായി പറയുന്നത്. ഇതിനിടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, എൻ്റെ സിരകളിലൂടെ ഒഴുകുന്നത് സിന്ദൂരമാണ്. അതായത് സിന്ദൂരം എപ്പോഴാണ് വെടിമരുന്നായി മാറുന്നതെന്ന് നമ്മുടെ ശത്രുക്കൾ കണ്ടിട്ടുണ്ട്. അപ്പം ആണവ ബോംബ് ഭീഷണിയും ഒന്നുമായിട്ട് ഇങ്ങോട്ട് വരണ്ട, നമ്മൾ ശക്തമായ തിരിച്ചടി നൽകും. അപ്പോൾ പാകിസ്ഥാൻ്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഒരു കളിയും ഇനി നമ്മൾ അംഗീകരിക്കില്ല. അവിടുത്തെ ഭീകരവാദികളുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ നാട്ടിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ശ്രമം, ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തകർക്കും. അപ്പം കുങ്കുമം വെടിമരുന്നായി മാറിയതുകൊണ്ട് ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് അവർ കാത്തിരിക്കുകയാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ ശത്രുക്കളുടെ
ഒരു രക്തം അതിനെ നമ്മൾ സിന്ദൂരമാക്കി മാറ്റുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ സിന്ദൂരം മായ്ക്കാൻ വന്ന സൈന്യം ഇപ്പോൾ മണ്ണിനോട് ചേർന്നു. മാത്രമല്ല രാജസ്ഥാനിലെ എയർബേസിലേക്കും ഈ മോദി എത്തി. ഇതെന്താണെന്ന് വെച്ചാൽ അവർ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ രാജസ്ഥാനിലെ ഒരു എയർബേസ് തകർത്തു എന്നൊക്കെ. ഈ എയർബേസിന് ഒരു കുഴപ്പവും സംഭവിച്ചില്ല എന്ന് മോദി തെളിയിക്കുകയാണ്. അതായത് പഹൽഗാം സംഭവത്തിന് ശേഷം രണ്ടാമത്തെ എയർബേസാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്നത്. ഇതിനേതാണ്ട് സമീപത്ത് തന്നെയാണ് റിഹിയാർ ഖാൻ എന്ന് പറയുന്ന ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയർബേസ് ഉള്ളതും. ഈ റഹീം യാർ ഖാൻ വിമാനത്താവളത്തിന് വലിയ കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചുവെന്നും അതുകൊണ്ട് തന്നെ അവിടെ പ്രവർത്തനരഹിതമാണെന്നും നേരത്തെ പാകിസ്ഥാൻ അറിയിച്ചു. അവർ പറഞ്ഞത് എല്ലാ വർഷവും നടത്തുന്നത് പോലെയുള്ള അറ്റകുറ്റപ്പണികൾ നടത്തുന്നു. അതുകൊണ്ട് തന്നെ മെയ് 15 വരെ അല്ലെ 16 വരെ ഇത് അടച്ചിടുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നത് ജൂൺ 6 വരെ ഇവിടെ നിന്നുള്ള എയർ സർവീസ്, അതായത് വിമാനങ്ങളുടെ സർവീസ് പൂർണ്ണമായും തടസ്സപ്പെടും. അപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? അപ്പം ഈ റഹീം യാർ ഖാൻ വിമാനത്താവളത്തിന് നേരെ ഇന്ത്യ ആക്രമണം നടത്തി എന്ന് തെളിയിക്കുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ നമ്മൾ പുറത്തുവിട്ടു. അപ്പം ആക്രമണത്തിന് മുമ്പുള്ള റഹീം യാർ ഖാൻ വിമാനത്താവളത്തിൻ്റെ ചിത്രം, ആക്രമണത്തിന് ശേഷമുള്ള ചിത്രം. ഈ ആക്രമണത്തിന് ശേഷമുള്ള സാറ്റലൈറ്റ് ചിത്രത്തിൽ ഏതാണ്ട് 18 അടിയോളം താഴ്ചയുള്ള ഗർത്തം റൺവേയിൽ തന്നെ കാണപ്പെട്ടു. എന്ന് വെച്ചാൽ അവിടെ ഇന്ത്യ ആക്രമണം നടത്തിയെന്ന് പാകിസ്ഥാന് ഒടുവിൽ സമ്മതിക്കേണ്ട സ്ഥിതി വന്നു. ഇപ്പോഴും വിമാനങ്ങൾക്ക് അവിടെ നിന്ന് പറന്നുയരാനോ പറന്നിറങ്ങാനോ ഒന്നും കഴിയാത്ത അവസ്ഥയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ എയർഫോഴ്സിൻ്റെ സെൻട്രൽ എയർ കമാൻഡിൻ്റെയും അതുപോലെ തന്നെ ഷെയ്ഖ് സായിദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെയും ഫോർവേഡ് ഓപ്പറേഷണൽ ബേസ് എന്നാണ് ഈ മേഖല അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടേക്ക് ശക്തമായ ആക്രമണം നടത്തിയതിപ്പോൾ ഇവർക്ക് സമ്മതിക്കേണ്ടി വരുന്നു. ഇതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വൈറ്റ് ഹൗസിൽ ഈ ട്രംപാണ് ഇതിനകത്തൊക്കെ ഇടപെടുന്നതെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ട്രംപ് പറയുന്നു ഞങ്ങൾ പറഞ്ഞിട്ടാണ് നിർത്തിയതെന്നൊക്കെ പറഞ്ഞു, ഞങ്ങൾ വ്യാപാര ബന്ധം നിശ്ചലമാക്കുമെന്ന് പറഞ്ഞു, ഇതുകൊണ്ടാണ് യുദ്ധം നിർത്തിയത്. പക്ഷേ ജയശങ്കർ ഉൾപ്പെടെയുള്ള എല്ലാ പ്രമുഖ വ്യക്തികളും ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളുന്നവർ പറയുന്നു ഒരു കാരണവശാലും മറ്റ് രാജ്യങ്ങളുടെ ഇടപെടൽ കൊണ്ടല്ല യുദ്ധം നിർത്തിയത്. പാകിസ്ഥാൻ യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെട്ട് പല രാജ്യങ്ങളും നമ്മൾക്ക് മേൽ അല്ലെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പല രാജ്യങ്ങളും നമ്മളോട് ബന്ധപ്പെടാറുണ്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞിരുന്നു അവരുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ നമ്മുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷനോട് വിളിച്ച് പറയണം യുദ്ധം നിർത്തണമെങ്കിൽ, അങ്ങനെ നമ്മുടെ കാല് പിടിക്കണമെന്ന്. ഏതാണ്ട് കാല് പിടിക്കുകയായിരുന്നു പാകിസ്ഥാൻ എന്ന് ഇപ്പോൾ സമ്മതിക്കുന്നു. ഇവിടെയും ട്രംപ് കള്ളക്കളി നടത്തുന്നു. കാരണം ഞങ്ങൾ പറഞ്ഞിട്ടാണ് യുദ്ധം നിർത്തിയത്. ഒരുപക്ഷെ ട്രംപ് ഇന്ത്യയുമായിട്ടും പാകിസ്ഥാനുമായിട്ടും സംസാരിച്ചിരിക്കാം. പക്ഷേ ഇന്ത്യയുടെ നിലപാട് വളരെ കൃത്യമാണ്. നമ്മുടെ കാല് പിടിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ആക്രമണം അവസാനിപ്പിക്കൂ. ഇവിടെ ട്രംപിൻ്റെ ഈ നിലപാടുകളെല്ലാം പൊളിഞ്ഞു. ഇപ്പോൾ ട്രംപ് ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ ട്രംപിൻ്റെ ഓഫീസിൽ, അതായത് വൈറ്റ് ഹൗസിലെ ഓഫീസിലേക്ക് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് എത്തി, സിറിൽ റാമ. ഈ സിറിൽ റാമ എത്തിയപ്പോൾ തന്നെ ഡൊണാൾഡ് ട്രംപ് വളരെ ചൂടായിട്ടൊക്കെ അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് അവിടെ വെള്ളക്കാരായ ആളുകളെയൊക്കെ നിങ്ങൾ വംശഹത്യ നടത്തുന്നു, വെള്ളക്കാരുടെ കൃഷിസ്ഥലങ്ങൾ തട്ടിയെടുക്കുന്നു, അവരെ കൊന്നൊടുക്കുന്നു. ഇതൊന്നും ഈ സിറിൽ റാമ കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ സിറിൽ റാമാഫോസ എന്ന് പറയുന്ന ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റിനെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി ട്രംപ് ശ്രമിക്കുന്നു. കഴിഞ്ഞ ഫെബ്രുവരി അവസാനം സെലൻസ്കിയെ എങ്ങനെ അപമാനിച്ചോ അതിന് സമാനമായിട്ട്. പക്ഷേ ഈ സിറിൽ റാമഫോസ യാതൊന്നും പ്രതികരിച്ചില്ല. ഈ ട്രംപ് കുറച്ച് വീഡിയോയും ചിത്രങ്ങളും ഒക്കെ കാണിച്ചിട്ടാണ് ഇത്തരം പ്രകോപനപരമായി സംസാരിച്ചത്. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇത് എവിടെ സംഭവിച്ചതാണ്, ഏത് സ്ഥലത്ത് സംഭവിച്ചാണ്, അതൊന്ന് വ്യക്തമാക്കുക. അതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് സംസാരിച്ച് അപമാനിക്കുന്നു. അപ്പം ആരോടെങ്കിലുമൊക്കെയുള്ള ദേഷ്യം മറ്റേതെങ്കിലും രാജ്യത്തലവന്മാരോട് കാണിക്കുന്ന നിലപാടിലേക്ക് ട്രംപ് മാറി. എന്തിനു വേണ്ടി? പാകിസ്ഥാന് വേണ്ടി നിലകൊണ്ട് പാകിസ്ഥാനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു. പക്ഷേ ലോകത്തിന് മുന്നിൽ ട്രംപ് നാണം കെട്ടു. കാരണം എല്ലാ കാര്യങ്ങളിലും എന്നിലൂടെയാണ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ ട്രംപിന് ഇനി അത് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ നിലപാടുകൾ കൃത്യമായി വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുക്കുന്നു. സാറ്റലൈറ്റ് ചിത്രങ്ങളോടെ തെളിവുകൾ പുറത്തുവിടുന്നു. ഒപ്പം പറയുകയാണ് പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ പാകിസ്ഥാനിൽ അസീം മുനീറിൻ്റെ മടയിൽ ഒളിച്ചിരുന്നാൽ അവിടെ പോയി നമ്മൾ തീർക്കും എന്ന് പറഞ്ഞാൽ കൃത്യമായി ഇവരെക്കുറിച്ചുള്ള ചില നീക്കങ്ങൾ, അഡ്രസ്, അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ നമ്മൾ നിരീക്ഷിച്ചു വരുന്നു. ഏത് നിമിഷവും അത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായേക്കാം. അതുതന്നെയാണ് വിദേശകാര്യമന്ത്രിയായ എസ് ജയശങ്കറും പറയുന്നത്. ഞങ്ങൾ ഇപ്പോഴും ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല. മെയ് 7 അതിന് തുടക്കമിട്ടതാണ്. അത് അവസാനിപ്പിക്കുന്നത് എപ്പോഴാണോ പാകിസ്ഥാൻ തങ്ങളുടെ ഭീകരവാദ നിലപാടിൽ നിന്ന് പിന്മാറുന്നത് അപ്പോൾ മാത്രമേ അവസാനിപ്പിക്കൂ. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ അലയൊലികൾ അടങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.